ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിധിയെഴുതാൻ അടുത്ത മാസം 19 മുതൽ രാജ്യം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലെത്തും. വിഭജന രാഷ്ട്രീയവും വർഗീയ ധ്രുവീകരണവും തന്നെയാണ് ഇത്തവണത്തെയും തുറുപ്പുചീട്ടെന്ന് സംഘപരിവാർ രാഷ്ട്രീയം വ്യക്തമാക്കി കഴിഞ്ഞു. വർഗീയത പ്രതിഷ്ഠ ഉറപ്പിക്കുമ്പോൾ ഹനുമാൻ വേഷം കെട്ടതല്ല മറുമരുന്നെന്ന് ബോധ്യപ്പെടേണ്ട കാലം കൂടിയാണിത്. BJPയെ നേരിടാൻ ഇന്ത്യ സഖ്യം രൂപം കൊടുക്കുന്ന തന്ത്രങ്ങൾ ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യത്തെ നിലനിർത്താൻ ഉതകുന്ന തന്ത്രങ്ങളാകുമോ? ഇലക്ട്രൽ ബോണ്ട് കുംഭകോണവും പൗരത്വ നിയമ ഭേദഗതിയും അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക. അഴിമതി ബോണ്ട് വേണ്ടെന്ന ഉറച്ച നിലപാടെടുത്ത ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടും. കോർപ്പറേറ്റുകൾക്ക് അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ മോദി എന്ന ഗ്യാരണ്ടി തുടരേണ്ടതുണ്ടോ എന്ന് ജനം വിധിയെഴുതുക തന്നെ ചെയ്യും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് അഡ്വക്കേറ്റ് CS സുജാത, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് പ്രിന്റു മഹാദേവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് എന്നിവരാണ്. ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നു, വിധി എഴുതാൻ ഇന്ത്യ. ആദ്യം ശ്രീ പ്രിന്റു മഹാദേവിലേക്കാണ്. പ്രിന്റു മഹാദേവ്, ഈ ചർച്ച തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കഥയാണ്. ആ കഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ കുചേലൻ്റെയും അവിലിൻ്റെയും കഥയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞത്, ഇന്നായിരുന്നുവെങ്കിൽ കുചേലൻ കൊടുത്ത അവിൽ അഴിമതി പട്ടികയിൽ പെടുത്തുകയും സുപ്രീം കോടതി പൊതുതാൽപര്യ ഹർജി കൊടുത്താൽ കേസെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ള ആ പ്രധാനമന്ത്രിയുടെ കഥയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. പ്രധാനമന്ത്രിക്ക് രാമപ്രതിഷ്ഠയും രാമസേതുവും മഹാഭാരത കഥകളുമൊക്കെ വളരെ ഇഷ്ടവുമാണ്. ചോദ്യം, അടുത്ത തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏപ്രിൽ 19-ന് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഇന്നത് ചെയ്തു, ഇനി ഇന്നത് ചെയ്യാൻ പോകുന്നു എന്നുള്ള പറച്ചിലുകളുണ്ട്. ജനങ്ങൾ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി BJP, രാജ്യം ഭരിക്കുന്ന പാർട്ടി, എന്തു പറഞ്ഞാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ നാടിനകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനുള്ള കാരണം 10 വർഷമായി നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വികസനമാണ്. നമുക്കറിയാലോ, നീതി ആയോഗിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച സർക്കാരാണ് നരേന്ദ്രമോദിയുടേത്. നമുക്കറിയാം, നരേന്ദ്രമോദി 4 പില്ലറുകളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഒന്ന് കൃഷിക്കാർ, മറ്റൊന്ന് ദരിദ്രർ, യുവാക്കൾ, അതുപോലെ തന്നെ സാധാരണ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൽജീവൻ മിഷൻ വഴി ഈ രാജ്യത്തിലെ 10 കോടി ജനങ്ങൾക്കാണ് ഞങ്ങൾ കുടിവെള്ളം എത്തിച്ചത്. നോക്കണം, ഈ രാജ്യത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളും പോകേണ്ട സാഹചര്യമുണ്ട്. ഇന്ന് അവന്റെ വീട്ടുമുറ്റത്തേക്ക് നരേന്ദ്രമോദിയുടെ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് വെള്ളം എത്തുന്ന സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട്. അതോടൊപ്പം തന്നെ ആവാസ് യോജന പോലെയുള്ള പദ്ധതിയിലൂടെ 4 കോടി ജനങ്ങളാണ് അതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ച സർക്കാർ എന്ന രീതിയിൽ ഓരോ ഭാരതത്തിലെ വീടുകളും നരേന്ദ്രമോദിയുടെ വികസനത്തെ, നേട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തലാണ് ഞങ്ങളുടെ വിജയമായിട്ട് വരാൻ കാരണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കും 400-ലധികം സീറ്റുകൾ ഞങ്ങൾ നേടും എന്നുള്ള കാര്യത്തിൽ. അത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലടക്കം ഈ നരേന്ദ്രമോദിയുടെ കർഷക 4 ലക്ഷം ആളുകൾ 32,000 രൂപ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കി. അപ്പോ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനത്തെ ഈ രാജ്യത്തിന്റെ വികസനമാക്കിയ സർക്കാരാണ് ഈ നരേന്ദ്രമോദിയുടേത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള വലിയൊരു മുദ്രാവാക്യമുണ്ട്. സബ്കെ സാത്ത് സബ്കെ വികാസ്, സബ്കെ വിശ്വാസ്, സബ്കെ പ്രയാസ്. എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ രാജ്യം പുരോഗതിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേട്ടം. ഒരു ചോദ്യം, താങ്കളുടെ ആത്മവിശ്വാസത്തെ കുറിച്ച്, താങ്കളുടെ പാർട്ടിയുടെ ആത്മവിശ്വാസത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസമാണ് പെട്രോളിന്റെയും ഡീസലിന്റെ വില 2 രൂപ കുറച്ചുകൊണ്ട് താങ്കളുടെ സർക്കാർ തീരുമാനമെടുത്തത്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ആ 2 രൂപ കുറച്ചത്. 5 ദിവസത്തിന് മുമ്പാണ് ഗ്യാസിന്റെ വില 100 രൂപ, ഗ്യാസ് സിലിണ്ടറിന്റെ വില 100 രൂപ കുറച്ചത്. 400 രൂപയിൽ നിന്ന് 1200 രൂപയായ ഗ്യാസ് സബ്സിഡി,
അത് സബ്സിഡി ബാങ്കുകളിൽ എത്തിക്കുമെന്ന് പറഞ്ഞത് എവിടെയും ആരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഈ സബ്സിഡി എത്തിയില്ല. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് ഈ 2 രൂപ കുറച്ചത്? എന്താണ് 100 രൂപ കുറച്ചത്? എന്താണ് പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ട് പോകുന്നത്? അത് എന്താണ് താങ്കളുടെ പാർട്ടിയുടെ ആത്മവിശ്വാസക്കുറവില്ലേ അതിനകത്ത്? അല്ല, ഞങ്ങൾ ആത്മവിശ്വാസക്കുറവൊന്നുമില്ല സാർ. നമുക്കറിയാലോ, പെട്രോളിന്റെ വില നമുക്കറിയാം 4 മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കുറച്ച സാഹചര്യത്തിൽ നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ടാക്സ് കുറച്ചിരുന്നെങ്കിൽ നമുക്കറിയാം ഇന്ന് മഹാദേവ് വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നില്ല. കാരണം ഈ പെട്രോളിന്റെ വില എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിൽ വളരെ വലിയ വില കുറഞ്ഞ സാഹചര്യത്തിൽ പോലും താങ്കളുടെ പാർട്ടി, താങ്കളുടെ സർക്കാർ ആ വില കുറച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് വളരെ കൃത്യമായ പൊടിയിടലാണ്, ഗിമ്മിക്കാണെന്നുള്ളത് കൃത്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും താങ്കൾ പറഞ്ഞ ആത്മവിശ്വാസത്തിലേക്ക് തന്നെ തിരികെ വരാം. ഇപ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് CS സുജാത ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് CS സുജാത, BJP നേതാവ് പ്രിൻറ്റു മഹാദേവൻ പറഞ്ഞൊരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ജൽജീവൻ മിഷൻ വഴി ജനങ്ങൾക്ക് ജലമെത്തിച്ചു, പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമുക്കിവിടെ അറിയാൻ കഴിയുന്ന കാര്യമുണ്ട്, ഇന്ത്യയിലെ 80 കോടി ജനതയ്ക്ക് 5 കിലോ അരി വീതം കൊടുക്കുന്ന തീരുമാനം കഴിഞ്ഞ നവംബറിൽ എടുത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാർ. 80 കോടി ജനത, അതിനർത്ഥം 80 കോടി ജനത ഇപ്പോഴും കൊടും പട്ടിണിയാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ളതുമാണ്. പിന്നീട് വലിയ വീമ്പളക്കൽ നടത്തുന്നത് ഉജ്ജ്വല വഴി 12,000 പേർക്ക് കേരളത്തിലടക്കം ഗ്യാസ് കൊടുത്തു. ആർക്ക് ഗ്യാസ് കിട്ടുമെന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇവർക്ക് വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്, BJPക്ക് വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം അവർ അന്ന കാലത്ത്, അതായത് അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ആ പ്രതിഷ്ഠ നടത്തിയതിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. പാർലമെൻറ്റിനകത്തേക്ക് സന്യാസിമാരെ കൊണ്ടുപോയതിനകത്ത് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ആത്മവിശ്വാസം പൗരത്വ നിയമ ഭേദഗതി അത് വലിയ വിഷയമാക്കി എടുത്തുകൊണ്ട് അത് വരുമ്പോൾ അതിൽ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസമില്ലാതെ നിൽക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ വളരെ വലിയൊരു അപ്രതീക്ഷിതമായി കിട്ടിയ അടി സുപ്രീം കോടതിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ കുചേലൻ്റെ പ്രശ്നം, ആ കുചേലൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, മോദി സർക്കാരിനെ സംബന്ധിച്ച് സാന്റിയാഗോ മാർട്ടിൻ ആണെന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, കുചേലൻ തന്നെയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ BJPയുടെ ആത്മവിശ്വാസത്തെ കണക്കിലെടുക്കുന്നത്? ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ വരാൻ പോകുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള റൂൾസും അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടും എല്ലാം വളരെ സജീവമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. തികഞ്ഞ അഭിമാനത്തോടെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ പങ്ക് പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഇടതുപക്ഷം അക്കാര്യത്തിൽ സ്വീകരിച്ച കൃത്യമായിട്ടുള്ള നിലപാട് നമുക്കറിയാവുന്നതാണ്. അഭിമാനത്തോടെ തന്നെ ഈ രാജ്യത്തെ വോട്ടർമാരോട് ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP കോടികൾ മുടക്കി ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി, കാരണം ജയിക്കുന്ന കക്ഷികളെ അവരുടെ ഭാഗത്തേക്ക് അടർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പണമെല്ലാം ഉപയോഗിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, കുചേലൻ അവലുമായി കൃഷ്ണൻ്റെ അടുക്കേക്ക് പോയിരുന്ന ആ ഒരു പഴയ കാലം അത് ഇന്നാകുമായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുചേലനെ സംബന്ധിച്ചപ്പോൾ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു, സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ള കുചേലന്മാരിൽ നിന്നാണ് 6600-ലധികം വരുന്ന കോടി ഇവർ സമാഹരിച്ച് വെച്ചിട്ടുള്ളത്. ആ കോടികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഇപ്പോൾ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളെ അവർ സ്വാധീനിക്കാനും അല്ലെങ്കിൽ ജയിച്ചു വരുന്ന ആളുകളെ കൂറുമാറ്റാനും എല്ലാം അവർ ഉപയോഗിക്കും. പക്ഷെ പ്രബുദ്ധരായ ഈ രാജ്യത്തെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വിവേകത്തോടെ ചിന്തിച്ച് വോട്ട് ചെയ്യുമെന്ന നല്ല പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഇന്ത്യയാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരു സംഭാവനയും വഹിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സ്വാശ്രയത്വവും എല്ലാം തകർക്കുന്ന BJPയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് മുന്നോട്ട് വരുന്നത്.
തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ അവർ കൃത്യമായി തന്നെ അവർ ഈ രൂപത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇതെല്ലാം തന്നെ അവർ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച് എന്താണെന്ന് നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കാൻ പോകുന്ന അതെല്ലാം തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അദ്ദേഹം മുമ്പേ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ഗവൺമെൻറ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്ന അദ്ദേഹം പറഞ്ഞല്ലോ. കുറേ കാര്യങ്ങൾ ചെയ്തതിനെ സംബന്ധിച്ച് നമ്മൾ കണക്കൊന്നെടുക്കാം. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111, 107 വീണ്ടും നമ്മൾ താഴേക്ക് പോയി. അതുപോലെ തന്നെ 5 കിലോ അരി വരുന്ന 6 വർഷത്തെ കൂടി ഞങ്ങൾ കൊടുക്കുന്നു 80 കോടി ആളുകൾക്ക്. മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, മൂന്നാമത്തെ വലിയ ശക്തിയായി ഞങ്ങൾ രാജ്യത്തെ മാറ്റുമെന്ന്. അപ്പം മൂന്നാമത്തെ വലിയ ശക്തിയായി രാജ്യത്തെ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ രാജ്യത്തെ കോർപ്പറേറ്റുകളെ ഇവർ കൊണ്ടുപോകും. അതിൻ്റെ ഒരു മറുവശമാണ് അതിദരിദ്രരായിട്ടുള്ള 80 കോടി ആളുകളുടെ നാടായിട്ട് വീണ്ടും ഇന്ത്യ മാറിപ്പോകുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത ഇവരുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒന്നാണ് ഞങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും, ഞങ്ങൾ 240 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദി അന്ന് മൻമോഹൻ സർക്കാരിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും സോഷ്യൽ മീഡിയകളിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഗ്യാസ് സിലിണ്ടറിനെ ഒന്ന് നമിക്കണം, അതോടൊപ്പം തന്നെ പെട്രോൾ വിലയെക്കുറിച്ച് ഓർക്കുകയും വേണം, എന്നിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകണമെന്നാണ്. തീർച്ചയായിട്ടും ഇത്രയും ആ വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും ഓർക്കണമെന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്ന് ഓർത്തെടുത്താൽ നന്നായിരിക്കും. അത് കാരണം അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, അതായത് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ, ഞങ്ങൾ വിദേശത്ത് കിടക്കുന്ന പണമെല്ലാം എടുത്തുകൊണ്ട് വന്ന് 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും, ഞങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ തരും, ഞങ്ങൾ 240 രൂപയ്ക്ക് ഗ്യാസ് തരും എന്നൊക്കെയല്ലേ അദ്ദേഹം ഒന്ന് പറഞ്ഞത്. കാരണം അതിപ്പോൾ എന്താണെന്ന് ഈ നാട്ടിലെ വോട്ടർമാർക്കറിയാം. എല്ലാ പ്രസംഗങ്ങളിലും ഇവർ പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, ഉജ്ജ്വല ഗ്യാസ് പദ്ധതി. എവിടെയാണ് ഈ ഉജ്ജ്വല ഗ്യാസ് പദ്ധതി പ്രകാരം ഇവർ ഗ്യാസ് കണക്ഷൻ കൊടുത്തത്? ഇനി കൊടുത്ത കണക്ഷൻ്റെ സ്ഥിതി എന്താ? ഞാൻ ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ സാധിക്കും. കാരണം ഇവർ ഗ്യാസ് കണക്ഷൻ ഇവരൊരു ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടുന്ന ആളുകൾക്ക് ഒരു കുറ്റിയും കൊടുക്കും, ഒരു അടുപ്പും ഉണ്ടാകും. പിന്നെ അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം 1400 രൂപ കൊടുത്തൊന്നും ഗ്യാസ് വാങ്ങി ഉപയോഗിക്കാൻ ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാർക്ക് കഴിയില്ല. അതായത് 80 കോടി ആളുകൾ അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഇന്ത്യയിൽ ഇത്രയും വില കൊടുത്ത് ഗ്യാസ് വാങ്ങി ഉപയോഗിക്കാൻ രാജ്യത്തെ സ്ത്രീകൾക്ക് കഴിയില്ല. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാൻ പോവുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു വീട് കൊടുത്തു, വെള്ളം കൊടുത്തു. എവിടെയാണ് ഇവരിത് കൊടുത്തത്? ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ കൊടുത്ത വാഗ്ദാനം നിറവേറ്റാത്തതിൻ്റെ ഫലമായി വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീട് കൊടുത്തതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് 72 കേരളത്തിൽ കഴിഞ്ഞ ദിവസമാണ് അഡ്വക്കേറ്റ് സി സുജാത താങ്കളുടെ സർക്കാർ ഈ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ 4 ലക്ഷം രൂപയാണ് വീട് വെക്കാൻ കൊടുത്തത്. 72,000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഈ 72,000 രൂപ കൊടുത്തിട്ട് മോദിയുടെ ചിത്രം വീട്ടിൽ വെക്കണമെന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ വലിയ ഒരു വിവാദമായി മാറിയിരിക്കുകയും ചെയ്തത്. ഏതായാലും അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളം 3,75,000 വീട് പൂർത്തിയാക്കി നേരത്തെ തന്നെ. ഇപ്പോൾ അതിൻ്റെ ബാക്കി 25,579 വീട് പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 ലക്ഷം രൂപ കേരളം കൊടുക്കുമ്പോൾ 72,000 രൂപ മാത്രം കൊടുക്കുന്ന കേന്ദ്രത്തിൽ അവിടെ ഈ വീട് നമ്മൾ ഇത്രയും പൈസ കേരളം കൊടുത്താലും ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യല്ലേ അവിടെ ഈ പടമെല്ലാം വെക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളം പറഞ്ഞത് വെക്കണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു. ഈ പ്രധാനമന്ത്രിയുടെ പടം അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം അതെല്ലാം വളരെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇതിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള പ്രചരണ തന്ത്രവുമായിട്ട് BJP മുന്നോട്ട് വരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധരായിട്ടുള്ള ഈ രാജ്യത്തെ വോട്ടർമാരുടെ മുമ്പിൽ ഇതെല്ലാം വളരെ കൃത്യമായി വസന്ത് തെങ്ങുപള്ളി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വസന്ത് തെങ്ങുപള്ളി, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഏതായാലും പ്രിന്റു മഹാദേവ് BJP നേതാവിൽ നിന്നാണ് ചർച്ച തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് BJP എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് ആത്മവിശ്വാസമുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. കേന്ദ്രത്തിൽ BJPക്ക് ബദലാകാൻ കോൺഗ്രസിനെ കഴിയുമെന്ന് താങ്കളുടെ നേതാക്കൾ അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള K കരുണാകരൻ്റെ മകൾ, ലീഡറുടെ മകൾ പത്മജ അടക്കമുള്ളവർ BJPയിലേക്ക് പോയത്. താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള 117 MP-മാർ, 300-ലധികം MLA-മാർ, 6 മുഖ്യമന്ത്രിമാർ ഇതിനകം തന്നെ BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തു. വല്ലാത്ത ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? ഈ വസന്ത് തെങ്ങുപള്ളി, താങ്കൾക്ക് കേട്ട് കാണുമെന്ന് കരുതുന്നു. ഈ ആത്മവിശ്വാസമുണ്ട്, BJPക്കുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ഉജ്ജ്വൽ ജലജീവൻ മിഷൻ, ഉജ്ജ്വല ഗ്യാസ് പദ്ധതി അടക്കമുള്ളവ
ആ ആത്മവിശ്വാസത്തോടു കൂടി 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിയെടുത്തുകൊണ്ട് വന്നു. ഇത്തരത്തിലുള്ള വാദമുഖങ്ങളാണ് BJP ഉന്നയിക്കുകയും ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. എന്ത് ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മ്യൂട്ടായിരുന്നു, അതേ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇവർ പറയുന്ന മുദ്രാവാക്യം എന്താണ്? സബ്സേ പ്രയാസ്, ഞങ്ങൾ ഇതാ എല്ലാവരുടെയും പ്രയാസം മാറ്റാൻ വരികയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവരെന്താണ് ചെയ്തത്? സബ്കേലിയെ പ്രയാസ്, എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഗവൺമെന്റായി NDA ഗവൺമെന്റ് ഇവിടെ നിലനിന്നില്ലേ? 2014 അന്നത്തെ UPA ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ പാചകവാതകത്തിന്റെ വില 450 രൂപയായിരുന്നു. അന്ന് കാലിക്കുറ്റികളുമായി തിരുവനന്തപുരത്തിന്റെ തെരുവീതികളിലൂടെ ഇന്നത്തെ ആലപ്പുഴയിലെ ഇവരുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നത്, അടുപ്പ് കൂട്ടി സമരം ചെയ്തത് നമ്മൾ മറന്നുപോയോ? അന്ന് എത്രയായിരുന്നു പെട്രോളിന്റെ വില? പെട്രോളിന്റെ വില 72 രൂപയായിരുന്നു. ക്രൂഡ് ഓയിൽ വില എത്രയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേ ദിവസം ഇന്നത്തെ BJP പ്രസിഡന്റ് അന്നത്തെ K സുരേന്ദ്രൻ തെരുവീതിയിലൂടെ സൈക്കിൾ ഉന്തിക്കൊണ്ട് കാളവന്തി ഉന്തിക്കൊണ്ട് സമരം ചെയ്തില്ലേ? ഇന്ന് എത്രയാണ് LPGയുടെ വില? LPGയുടെ വില 1200 ആയിരുന്നു. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് പെട്ടെന്ന് ഒരു ദിവസം ഒരു ബോധോദയം, ഇലക്ഷന്റെ തലേ ദിവസം വരെ ചെയ്യാൻ പറ്റത്തില്ലാത്ത, എക്കണോമിക്കലി നോട്ട് പോസിബിൾ ആയിരുന്ന ഒരു മഹാത്ഭുതം സംഭവിച്ച് 100 രൂപ 200 രൂപ കുറച്ച് എന്തായാലും 850 890 എത്തിയിരിക്കുന്നത്. 2014 ഇരട്ടിയാണ് ഇന്നത്തെ LPG വില. എന്താണ് പെട്രോളിന്റെ അവസ്ഥ? ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്താണ്. ഇവിടെ അഡ്വക്കേറ്റ് CS സുജാത അടക്കമുള്ളവർ വിഷയം ചർച്ച ചെയ്താണ്. പക്ഷേ ഇവിടെ ഉയർന്ന ചോദ്യം, താങ്കളുടെ പാർട്ടി കോൺഗ്രസ് ഈ BJPക്ക് ബദലായി വരുന്നുവെന്ന് താങ്കളുടെ നേതാക്കൾ അടക്കം പറയുമ്പോൾ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ആത്മവിശ്വാസം താങ്കൾക്കുണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടാൻ, താങ്കളുടെ പാർട്ടിക്കുണ്ട്? അല്ല, ആ ആപ്തവാക്യം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ശ്രീ സിജു. അങ്ങ് നോക്കൂ, ഇന്ത്യ മുന്നണി അതൊരു അസ്ഥിവാരം മാത്രമായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് ഉത്തർപ്രദേശിൽ സീറ്റ് ചർച്ച പോയിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉത്തർപ്രദേശിൽ സീറ്റ് ചർച്ച പൂർത്തിയായി കഴിഞ്ഞു, ഡൽഹിയിൽ കഴിഞ്ഞു, പഞ്ചാബിൽ കഴിഞ്ഞു, ബംഗാളിൽ ഏതാണ്ട് പൂർത്തിയാവാൻ പോകുന്നു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം, മതേതര ജനാധിപത്യ ഐക്യനിര, ആ ഐക്യനിര പൂർണ്ണാർത്ഥത്തിൽ തന്നെ 4 കാലിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പൊ അങ്ങ് നേരത്തെ ചോദിച്ചല്ലോ എന്താണ് BJPയിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കൾ. ഞാൻ 16 മാസത്തിനിടയിൽ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന BJP നേതാക്കളുടെ പേര് പറയണോ? മധ്യപ്രദേശ് MP അഭയ് മിശ്ര, കർണാടക MLA കൃഷ്ണമൂർത്തി, രാജസ്ഥാൻ MLA മാനവേന്ദ്ര സിംഗ്, ഇന്ന് കർണാടകയിൽ മുൻ മന്ത്രിയായിരുന്ന BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. കോൺഗ്രസിലേക്ക് വരുന്നതൊന്നും കൈരളി കാണുന്നില്ലേ? അതെന്താ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്? ഇനി CPMൽ നിന്ന് BJPയിലേക്ക് പോയ നേതാക്കളുടെ കണക്ക് വേണോ? എന്റെ നാട്ടിൽ ഞാനിപ്പോൾ ചർച്ചയിലിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു MLA സ്ഥാനം രാജിവെച്ച് BJP ചേരുന്നത് അൽഫോൺസ് കണ്ണന്താനമാണ്. അല്ല വസന്തപള്ളി, ഞാൻ 3-4 പേരുടെ പേരല്ല പറഞ്ഞത്. 117 MPമാരാണ് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയുടെ 117 MPമാർ BJPയിലേക്ക് പോയി. 300-ലധികം MLAമാർ, 6 മുഖ്യമന്ത്രിമാർ പോയി. ഇതാണോ നിങ്ങളുടെ സ്ട്രാറ്റജി? കോൺഗ്രസ് എടുക്കുന്ന സ്ട്രാറ്റജിയാണ്. മാത്രമല്ല, നിങ്ങളുടെ രാജസ്ഥാനിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ തന്നെ പണി കൊടുത്തു എന്നാണ് അന്ന് അവിടെ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത്. അതായത് ഇന്ന് കൂടെ ഇരിക്കുന്നവർ നാളെ വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കൂടെ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് കോൺഗ്രസിനെ നേരിടുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് വൈകിട്ടത്തെ BJP എന്ന തരത്തിലേക്ക് കാര്യം മാറുമ്പോൾ നിങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുക? അതാണ് ഈ രാജ്യം ചോദിക്കുന്ന ചോദ്യം. ശ്രീ സിജു, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെങ്കിൽ ഇന്നലത്തെ CPM ഇന്നത്തെ BJP ആയി മാറിയിട്ടുണ്ട്. ഞാൻ കണക്ക് പറയാം. അങ്ങ് പറഞ്ഞല്ലോ മനു അഭിഷേക് സിംഗ്വി, കൂടെ ഉണ്ടായിരുന്നവർ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ചായ കുടിച്ചവർ, പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായി ED പേടിയിലൊക്കെ ഒരുപക്ഷെ BJPയിലേക്ക് പോയ കഥയാണ് അങ്ങ് പറയുന്നത്. എന്നാൽ BJP ആയ ശേഷം, BJPയുടെ കേന്ദ്രമന്ത്രി ആയ ശേഷം അൽഫോൺസ് കണ്ണന്താനത്തിന് വിളിച്ച് സദ്യ കൊടുത്തവരാണ്. ഈ പിണറായി വിജയന്റെ സ്നേഹ സൽക്കാരത്തിന് ശേഷം വെളിയിൽ ഇറങ്ങി വന്ന കണ്ണന്താനം പറഞ്ഞെന്താണെന്ന് അറിയാമോ? പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ BJP ചേർന്നതെന്ന് എന്താണ് പറഞ്ഞത്? എത്ര പേരുടെ കണക്ക് വേണം? താങ്കൾ ഈ വാദത്തിന് വേണ്ടി സമ്മതിക്കാം അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യമൊക്കെ. പക്ഷേ പ്രശ്നം ഇവിടെ ഇതാണ്, നിങ്ങൾ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ ഒരു കോളം തന്നെ തുടങ്ങുകയാണ്. അതായത് ഇന്ന് BJPയിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കൾ എന്നുള്ള ഒരു കോളം തുടങ്ങുന്നു. ഏതായാലും ഇവിടെ നിൽക്കുക. ഇപ്പോൾ നമുക്ക് തിരികെ ചർച്ചയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് കൂടി ചേരുന്നുണ്ട്. ശ്രീ KJ ജേക്കബ്, ഒരുപക്ഷെ താങ്കൾ പല ഘട്ടങ്ങളിലും CPMനെ വിമർശിക്കേണ്ട സമയങ്ങളിൽ CPMനെ വിമർശിച്ചിട്ടുണ്ട്, കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ എടുക്കേണ്ട റോൾ കൃത്യമായി എടുക്കുന്ന വ്യക്തിയാണ്. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന്
വളരെ പ്രസക്തമായി എനിക്ക് തോന്നുകയും ചെയ്തത്. അഴിമതി ബോണ്ടിൻ്റെ പണം പറ്റാത്ത ഒരു പാർട്ടി എന്ന നിലയിൽ CPM പ്രവർത്തകർക്ക് നെഞ്ചുയർത്തിപ്പിടിച്ച് നിൽക്കാം, നിങ്ങളുടെ കൊടി നിങ്ങൾ ഉയർത്തി തന്നെ പിടിക്കുക എന്ന് പറയുന്ന താങ്കളുടെ ഒരു പോസ്റ്റ് കണ്ടു. തീർച്ചയായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? വർഗീയത മുന്നോട്ട് വയ്ക്കുന്ന BJPയുടെയും മൃദു ഹിന്ദുത്വ സമീപനം തുടരുന്ന കോൺഗ്രസിൻ്റെ നിലപാടുകൾ അത് തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ? ഒരുപക്ഷെ നമുക്കറിയാം, ഇന്ന് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM എടുത്ത നിലപാട്, അതിൽ SBI കള്ളക്കളി കളിച്ചപ്പോൾ അതിനുവേണ്ടി കോടതിയിൽ പോയത്, അങ്ങനെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഇടതുപക്ഷത്തെ ആ രീതിയിൽ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിഗണിക്കേണ്ടതല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു അക്കാര്യത്തിൽ? അത് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള വിഷയം പല ലെവലിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അതൊരു പ്ലെയിൻ അഴിമതി ബോണ്ടാണ് എന്നുള്ള കാര്യം ഇപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് അഴിമതി മാത്രമല്ലത്, അതൊരു ഗുണ്ടാപ്പിരിവാണ് എന്നുള്ളതിൽ തെളിവുകൾ ഇപ്പം വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കമ്പനി റെയ്ഡ് ചെയ്യുക, അവരുടെ അടുത്ത് നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക, പിന്നെ കേസ് ഇല്ലാണ്ടായി മാറുക. അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി കോൺട്രാക്റ്റ് കിട്ടുന്നതിന് മുമ്പോ പിൻപോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക. ഇതാണ് നമ്മളതിൻ്റെ പാറ്റേൺ. ഇപ്പം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൻ്റെ സീരിയൽ നമ്പറുകളോട് വന്നു കഴിയുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആ പദ്ധതി, നിയമപരമായി ഉണ്ടാക്കിയ ആ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് BJP എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്നുള്ളത്. എന്ന് വെച്ചാൽ കേന്ദ്ര ഏജൻസികൾ, കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ആക്ഷേപമായി പറയുമ്പോഴും ഞാൻ അതിനെ കോൺഗ്രസിനെ അല്ല പ്രാഥമികമായിട്ട് കുറ്റപ്പെടുത്തുക. നമ്മുടെ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യ ഈസ് ദ മദർ ഓഫ് ഓൾ ഡെമോക്രസീസ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ് നടക്കുമെങ്കിലും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അട്ടിമറിക്കുന്ന പരിപാടിയാണ് നിരന്തരം കഴിഞ്ഞ 5 വർഷം ഈ സർക്കാർ ചെയ്തത്. അതിൻ്റെ തെളിവായിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഞാൻ കാണുക. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുക, ഇപ്പം നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെയും വേട്ടയാടുക എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലെ മനുഷ്യരുടെ അടുത്തേക്ക് ഈ കഥ എത്തേണ്ടതുണ്ട്. ഇതൊരു കേവലമായിട്ടുള്ള പണത്തിൻ്റെ അഴിമതി മാത്രമല്ല, നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി എങ്ങനെയാണ് BJP കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചതെന്ന്. അഴിമതി വളരെ സാധാരണഗതിയിൽ നമ്മുടെ പല സർക്കാരുകളെ കടപുഴക്കിയത് അഴിമതി ആരോപണങ്ങളാണ്. ഓർക്കുക, 410 428 സീറ്റോ മറ്റോ വാങ്ങി അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി സർക്കാർ അധികാരത്തിൻ്റെ പുറത്തേക്ക് പോയത് ബോഫോസ് കേസിൻ്റെ പുറത്താണ്. രണ്ടാം UPA സർക്കാരിൻ്റെ സമയത്തുണ്ടായ 3G 2G അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളാണ് ആ സർക്കാർ പുറത്തേക്ക് പോകാൻ കാരണമായത്. ഇത് നമ്മുടെ നാട്ടിലെ മനുഷ്യർ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ എങ്ങനെ നാട്ടുകാരോട് പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കുക. ബാക്കിയുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ട്. അത് വർഗീയതയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സർക്കാർ എങ്ങനെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് എന്നുള്ളത്, സർക്കാർ എങ്ങനെയാണ് അതിന് നികുതി വരുമാനം ഉപയോഗിച്ച് BJP സംസ്ഥാനങ്ങളെ പോഷിപ്പിക്കുന്നത്, ഇതൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏത് സർക്കാരും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്ന നിരന്തരമായ ശ്രമം. ഞാനിത് പറയാൻ കാരണം കോൺഗ്രസിൻ്റെ 6 അല്ല 11 മുൻ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ BJP പോയി ചേർന്നിട്ടുണ്ട്. ഈ 11 പേരുടെ പേരിലും ED ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രശ്നം. മഹാരാഷ്ട്രയിലെ ഒരു സർക്കാർ ഇത് ഗൂഗിളിൽ നമുക്ക് അവൈലബിൾ ആണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഒരു MLA ഉദ്ധവ് താക്കറേക്ക് എഴുതുകയാണ്, എനിക്ക് മടുത്തു. ഇപ്പോൾ കർണാടകത്തിലെ KPCC പ്രസിഡന്റ് പിന്നെ DK അവിടുത്തെ ഉപമുഖ്യമന്ത്രി 50 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. 50 ദിവസം. കഴിഞ്ഞ ദിവസം ആ കേസിട്ട് സുപ്രീം കോടതി കൊട്ടയിലിട്ടു. എല്ലാവർക്കും DK ശിവകുമാറാകാൻ പറ്റണമെന്നില്ല. സാധാരണക്കാരായ രാഷ്ട്രീയക്കാരുണ്ട്. ശിവകുമാർ ആയതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നാണ് 50 ദിവസം. എന്നിട്ട് അയാൾ തന്നെ കഴിഞ്ഞ കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം ഘട്ടമായത് അയാൾ പറയും, എനിക്ക് തന്നെ മടുത്തു. കാരണം എൻ്റെ പേരിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, മകളുടെ പേരിൽ CBI, 1-2 ദിവസം ചോദ്യം ചെയ്യൽ, അന്വേഷണം, ജയിൽ. ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രവർത്തകരെ ജീവിക്കാൻ വയ്യ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത വിധം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, ഇന്ത്യയിലെ കമ്പനികളെ അവർക്ക് ബിസിനസ് നടത്താൻ പറ്റാത്ത വിധം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, നിയമം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഇന്ത്യയിലെ ജനാധിപത്യത്തെ വലിയ തോതിൽ അപകടപ്പെടുത്തി എന്നുള്ള വസ്തുത അത് എത്രത്തോളം ഫലപ്രദമായി ഇന്ത്യ മുന്നണിക്ക് നാട്ടുകാരോട് പറയാൻ പറ്റുമോ അതിനനുസരിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ.
ശരി, ശ്രീ കെ ജെ ജേക്കബ്. പ്രിന്റു മഹാദേവ്, താങ്കൾ കേട്ടിട്ടുണ്ടാകും കെ ജെ ജേക്കബിൻ്റെ വാക്കുകൾ. വല്ലാത്തൊരു വികാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്, വല്ലാത്ത ആശങ്കയുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് 97% ബോണ്ട് വാങ്ങിയത് കോർപ്പറേറ്റുകളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 3% മാത്രമാണ് ഇൻഡിവിജ്വൽ ഈ ബോണ്ടുകൾ വാങ്ങുകയും ചെയ്തത്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ബോണ്ടുകൾ വാങ്ങിയതിൽ കൂടുതലും കോർപ്പറേറ്റുകളാണ്, കള്ളപ്പണത്തിൻ്റെ പേരിൽ ED റെയ്ഡ് ചെയ്തവരാണ്, സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരാണ്. എങ്ങനെ നിങ്ങൾ വിശദീകരിക്കും ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ? അല്ല, കോടതിക്ക് മുമ്പിലുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥകളൊക്കെ കോടതിയിൽ നിന്ന് പുറത്തു വരട്ടെ. പക്ഷേ ഇപ്പൊ സാന്റിയാഗോ മാർട്ടിന്റെ പേര് നമ്മുടെ ആദരണീയമായിട്ടുള്ള മുൻ MP പറയുമ്പോഴും എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിൽ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന പേരിനെ പരിചിതമാക്കി തന്നത് നിങ്ങളുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയും EP ജയരാജനുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യമായിട്ട് കേരളത്തിൽ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന കുത്തക മുതലാളിയിൽ നിന്ന് 10 വർഷത്തിനപ്പുറം 2 കോടി രൂപ കോഴ മേടിച്ച CPM-ന്റെ പ്രതിനിധിക്ക് സാന്റിയാഗോ മാർട്ടിന്റെ വ്യക്തിശുദ്ധിയെ കുറിച്ചും സാന്റിയാഗോ മാർട്ടിനെ കുറിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? അതായത് ഈ സാന്റിയാഗോ മാർട്ടിന്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തത് ED ആണ്. ED റെയ്ഡ് ചെയ്തു, 200 കോടി രൂപ ഫൈൻ അടിക്കുന്നു, പിറ്റേന്ന് ബോണ്ട് വാങ്ങിക്കുന്നു, സാന്റിയാഗോ മാർട്ടിൻ വെളുപ്പിക്കപ്പെടുന്നു. ഇവിടെ താങ്കൾ ഈ വലിയൊരു വിഷയത്തെ ആ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന വലിയ കള്ളപ്പണം, നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്? കള്ളപ്പണം ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കാൻ നിയമപരമായി നിങ്ങൾ പരിരക്ഷ കൊടുക്കുകയാണ്, നിയമപരമായി എല്ലാ അനുമതിയും കൊടുക്കുകയാണ് ചെയ്തത്. അതിനെ ചെറിയൊരു വിഷയം കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണെന്ന്. കോടതി എന്തുകൊണ്ട് ഇടപെടണമെന്ന് കോടതിയുടെ മുമ്പിൽ ശ്രീ പ്രിന്റു മഹാദേവ്, കോടതിയിൽ SBI പറഞ്ഞെന്താണ്? ജൂൺ 30 വരെ, താങ്കൾ പറയുന്നത് കേൾക്ക്, ജൂൺ 30 വരെ സമയം വേണമെന്ന് പറഞ്ഞു. കോടതി വടിയെടുത്തപ്പോൾ പിറ്റേന്ന് കൊണ്ട് കൊടുത്തു, SBI കൊടുത്തു. SBIക്ക് ആരാണ്? SBI എന്ന് പറയുന്ന ബാങ്കിന്, രാജ്യത്തെ ബാങ്കിന് ആരാണ് ഇങ്ങനെ ഇത്തരത്തിൽ ധൈര്യം കൊടുത്തത്? എങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് SBIക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു? ഇതൊക്കെയാണ് പറയുന്നത്. എല്ലാത്തിനും മോദിയുണ്ട്, എല്ലാത്തിനും സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്. എല്ലാ കാര്യങ്ങളും കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, വെളുപ്പിക്കുന്നത് തടയുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളപ്പണത്തിന് നിയമപരമായ അനുമതികൾ കൊടുക്കുകയാണ്. അഡ്വക്കേറ്റ് CS സുജാത, അത് തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ? തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നിലപാട് ആ കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടി എടുത്തിട്ടുണ്ട്. വളരെ ശരിയായ നിലപാട് ഞങ്ങളുടെ പാർട്ടി എടുത്തിട്ടുണ്ട്. അങ്ങേക്ക് അത് വളരെ കൃത്യമായി അറിയാവുന്നതുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിയ രാഷ്ട്രീയ പാർട്ടിയല്ലേ BJP. ഇവിടെ ബഹുമാന്യനായ ശ്രീ മുതിർന്ന മാധ്യമപ്രവർത്തകർ അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചു, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക എന്ന ലക്ഷ്യമല്ലേ BJPക്കുള്ളത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയല്ലേ ഇതെല്ലാം ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇത് ഇതിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിൽ ഞങ്ങളല്ലേ കൊണ്ടുവന്നത്. വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ലേ. ഞങ്ങൾ SBIയിൽ രജിസ്റ്റർ ചെയ്തില്ലേ ഞങ്ങൾക്ക് ഈ പണം വേണ്ട എന്ന്. ആ കാര്യത്തിൽ ഏറ്റവും ശരിയായുള്ള നിലപാട് എടുത്ത രാഷ്ട്രീയ പാർട്ടികളല്ലേ CPIയും CPM-ഉം CPI-യും. അതിൽ കോടതിയെ സമീപിച്ച രാഷ്ട്രീയ പാർട്ടിയല്ലേ CPIM. വളരെ കൃത്യമായി ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഒരു കുത്തകയുടെയും പണം, ഒരു കോർപ്പറേറ്റിൻ്റെയും പണം വാങ്ങിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. വളരെ അന്തസ്സായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഞങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ അടക്കം ജനങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി. പക്ഷേ ആ ജനങ്ങൾ ഇന്ന് തിരിഞ്ഞു ചിന്തിക്കുന്നു, കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, BJP ജയിപ്പിക്കാൻ അവർ തയ്യാറാവില്ല. പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കാൻ പോവുകയാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കാരണം രാജ്യത്തൊരു വലിയ ഭരണമാറ്റം അനിവാര്യമാണ്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ഇതുപോലെ തന്നെ വേണോ വേണ്ടായോ എന്നുള്ള നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഈ പറയുന്ന കോടികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ വിലക്കെടുക്കാമെന്ന് കരുതുന്ന മുമ്പേ അദ്ദേഹം സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുക്കാം, അതുപോലെ തന്നെ പാർട്ടികളെ പിളർത്താം, തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളെ ചേരി മാറ്റാം, അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകളെ ദുർബലപ്പെടുത്താൻ
ED അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള ഒരു രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം BJP ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യുമെന്നറിയാം. പക്ഷേ അപ്പോഴും വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇലക്ട്രൽ ബോണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്താൻ പോകുന്ന ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വളരെ നന്നായി ഞങ്ങൾ പറയാൻ പോവുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമം ഞങ്ങൾ പറയാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പോവുകയാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. കാരണം എങ്ങനെയാണ് ജയിച്ചു വന്നിട്ട് വരുന്ന കോൺഗ്രസ്സുകാരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? എനിക്ക് ബഹുമാന്യായ ശ്രീ പത്മജ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്ന് സ്ഥാനാർത്ഥികളായി കോൺഗ്രസ്സിന് നിൽക്കുന്ന പല ആളുകളെയും BJPയിൽ അവർ പ്രതീക്ഷിക്കുന്നു എന്ന്. അപ്പോൾ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വോട്ടർമാർക്ക് അബദ്ധം പറ്റാൻ പാടില്ല, കേരളത്തിലെ വോട്ടർമാർക്ക് അബദ്ധം പറ്റാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ ഒരു ചെറിയ പിഴവ് അവർ തിരുത്താൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ചർച്ചകളിലും സംവാദങ്ങളിലും വസന്ത് തെങ്ങപ്പള്ളിക്ക് ഈ താങ്കൾ പറഞ്ഞതിനോട് വസന്ത് തെങ്ങപ്പള്ളിക്ക് പറയാനുണ്ട്. വസന്ത് തെങ്ങപ്പള്ളി CS സുജാത ഉന്നയിച്ച കുറേയധികം വിഷയങ്ങളുണ്ട്. ഇവിടെ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് പോലെ താങ്കളുടെ പാർട്ടിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയതിൽ താങ്കളുടെ പാർട്ടി 3-ാം സ്ഥാനത്താണ്. BJP, തൃണമൂൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് താങ്കളുടെ പാർട്ടി 1000-ഓളം കോടി രൂപ വാങ്ങിയിട്ടുമുണ്ട്. മാത്രമല്ല ഈ പൗരത്വ വിഷയത്തിലടക്കം വലിയ തരത്തിൽ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ താങ്കളുടെ പാർട്ടി എടുത്ത നിലപാട് എന്താണ്? കഴിഞ്ഞ ദിവസമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖാർഗെയും ഒപ്പം താങ്കളുടെ പാർട്ടിയുടെ ഓർഗനൈസേഷൻ സെക്രട്ടറി KC വേണുഗോപാലും ചിരിക്കുകയാണ് ചെയ്തത്. ചിരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചിട്ട് നാളെ വന്ന് പറയാം. ഇങ്ങനെ ആലോചിച്ച് പറയേണ്ട വിഷയമാണോ പൗരത്വ ഭേദഗതി നിയമം? രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുള്ള വലിയ ചോദ്യം ഉയരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന വിഭാഗീയതയുടെ രാഷ്ട്രീയം, വർഗീയതയുടെ രാഷ്ട്രീയം, അതിനെ നേരിടാൻ ഉറച്ച നിലപാടെടുക്കാൻ താങ്കളുടെ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് അഡ്വക്കേറ്റ് CS സുജാത ഉന്നയിച്ചത്. അതുതന്നെയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് അഡ്വക്കേറ്റ് CS സുജാത പറഞ്ഞു. മാത്രമല്ല ഒരു കാര്യം കൂടി താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്കളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് KPCC അധ്യക്ഷൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമാണ്, 18 MPമാർ അവിടെ എന്തെടുക്കുകയായിരുന്നു, ഞങ്ങൾ അവിടെ പോയി കിളക്കണമായിരുന്നു എന്നാണ് ചോദിച്ചത്. നിങ്ങളവിടെ കിളച്ചതുമില്ല, നിങ്ങളവിടെ സംസാരിച്ചതുമില്ല, സംസ്ഥാനത്തിന് വേണ്ടി സംസാരിച്ചില്ല, രാജ്യത്തിന് വേണ്ടി സംസാരിച്ചില്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിച്ചില്ല. ഇതേ വിമർശനമാണ് അഡ്വക്കേറ്റ് CS സുജാത ഉന്നയിച്ചത്. താങ്കൾക്ക് മറുപടി ഉണ്ടോ? അങ്ങ് എന്നോടുള്ള ചോദ്യം, അങ്ങയുടെ ചോദ്യം മാത്രം 5 മിനിറ്റിൽ കൂടുതലുണ്ട്. ഉത്തരം പറയാൻ മിനിമം ആ 5 മിനിറ്റിൽ ഉണ്ടാകും. ഒന്ന്, CS സുജാതയുടെ ഏറ്റവും അവസാനത്തെ ആരോപണം, അതായത് ഇന്ന് കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന പലരെയും പത്മജ എവിടേക്ക് പ്രതീക്ഷിക്കുന്നു? BJPയിലേക്ക് പ്രതീക്ഷിക്കുന്നു. CS സുജാത, BJPയുടെ സ്ഥാനാർത്ഥികളായി നിങ്ങൾ സ്പോൺസർ ചെയ്തു കൊടുത്ത നിങ്ങളുടെ മുൻ പ്രവർത്തകർ, DYFയുടെ സംസ്ഥാന കമ്മിറ്റി തൊട്ട് CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിരുന്ന പലരും പിന്നീട് BJPയിൽ പോയി BJP സ്ഥാനാർത്ഥികളായി പണ്ട് വന്നതിന്റെ കണക്ക് വേണം അങ്ങേക്ക്. ഒരു ഡസൻ ഉണ്ട്. ചേർത്തലയിൽ PS ജ്യോതിസ്, ചേർത്തലയിൽ BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു, DYFയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. ആറന്മുളയിൽ ബിജു മാത്യു, കോട്ടയത്ത് മിനർവ മോഹൻ അറിയാമോ? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, എന്റെ നാട്ടുകാരിയാ. മാവേലിക്കരയിൽ K സഞ്ജു, കല്യാശ്ശേരിയിൽ അരുൺ കൈതപ്രം, കുട്ടനാട്ട് തമ്പി മേട്ടുപ്പറ, മണ്ണാർക്കാട് നസീമ, മുൻ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സുജാത സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു CS സുജാതയ്ക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി പറയാനുണ്ട്. താങ്കൾ പറഞ്ഞ ജ്യോതിഷ് അടക്കമുള്ള പേരുകൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. അതായത് അദ്ദേഹം ചില ചില്ലറ ആളുകളുടെയൊക്കെ തന്നെ പറഞ്ഞു, ഈ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആയിരുന്ന ചില ആളുകൾ പോയതിനെ സംബന്ധിച്ച് പറഞ്ഞു. ചില ആളുകളൊക്കെ അങ്ങനെയുള്ള ചില പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ വേണ്ട സത്യം. പക്ഷേ 117 MPമാർ പാർലമെന്റിൽ ഇരിക്കുന്ന BJP, 300 MLAമാർ, 8 മുഖ്യമന്ത്രിമാർ, ഇപ്പോ ശ്രീ പത്മ, അതായത് ഇപ്പൊ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ പോയിട്ടുള്ള ആളുകളൊന്നും ചെറിയ ആളുകളല്ല. ബഹുമാനപ്പെട്ട കരുണാകരൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ, അതുപോലെ തന്നെ കേരളത്തിന്റെ
രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ രാഹുൽ ഗാന്ധി അല്ല വസന്തകുമാർ, താങ്കൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതില്ല. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് മത്സരിക്കുമെന്നുള്ളതല്ല ചോദ്യം. ഇവിടെ തെറ്റ് എന്ന് പറഞ്ഞേക്കുന്നു. കാരണം നമ്മളെ ഇതൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ആളുകൾ അങ്ങോട്ട് പോകരുത്. ഞങ്ങൾ പറയുന്ന അതാണ്. നിങ്ങൾ ഈ കോൺഗ്രസ് ഇടത്തിൽ മത്സരിച്ച് ജയിച്ച നിങ്ങളുടെ ആളുകൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബിജെപിയിൽ നിന്ന് വന്നത് 25 എംപിമാരാണ്. എന്താ കാണുന്നില്ലേ? അല്ല എന്നോട് 5 നിൽക്കുന്ന ചോദ്യം. അങ്ങനെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രീ വസന്ത തങ്കപ്പള്ളി അഡ്വക്കേറ്റ് CS സുജാത പറഞ്ഞത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. കോൺഗ്രസ് BJP ആകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോ മുമ്പേ പറഞ്ഞു ഹിമാചല് മനു അഭിഷേക് സിംഗ്വിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. വൈകിട്ട് ചായ കുടിക്കും, ഒരുമിച്ച് ചായ കുടിച്ച ആളുകളെ പിറ്റേന്ന് പോയി തിരിച്ചു കുത്തുമെന്ന് അവർ കരുതുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോ കമൽനാഥും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ ക്യൂ നിൽക്കുക എന്ന് നമ്മൾ കേൾക്കുന്നു. കാരണം അവരൊന്നും പോകാതിരിക്കട്ടെ, പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ ആരെങ്കിലും കരുതിയോ ശ്രീ കരുണാകരന്റെ മകനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ശ്രീ AK ആന്റണിയുടെ മകനുമല്ല ഈ BJPയുടെ ഭാഗമായി പോകുന്നത് ഞങ്ങളാരും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ വിവേകപൂർവ്വം തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തണം. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ ആ കോൺഗ്രസ് അപ്പുറത്തേക്ക് പോകും. അത് 1ഉം 2ഉം അല്ല, പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകളൊന്നുമല്ല പോകുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ മുഖ്യമന്ത്രിമാരായിരുന്ന ഇന്ത്യയിലെ പ്രമുഖരായ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി, ഏറ്റവും വലിയ സ്റ്റേറ്റായിട്ടുള്ള UPയിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളുകളടക്കം ഇന്ന് BJPയുടെ ഭാഗമാകുന്നു. മുമ്പേ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ അതൊരു നമുക്ക് സഹിക്കാൻ കഴിയില്ല. ആ രൂപത്തിലേക്ക് കോൺഗ്രസ് രാജ്യത്ത് അധപ്പതിക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെ തകരരുതെന്ന് ഞങ്ങൾ വിചാരിച്ചാലും നിങ്ങൾ തകർക്കും. കേരളത്തിലെ വോട്ടർമാർക്ക് അബദ്ധം പറ്റാൻ പാടില്ല. കാരണം ഇപ്പോൾ തന്നെ ശ്രീമതി പത്മജയൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾക്ക് വലിയ അത്ഭുതം തോന്നും. കാരണം ജയിച്ചു വരുന്ന കോൺഗ്രസിൻ്റെ MPമാർ പതുക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ വോട്ടർമാർ ഒരു അബദ്ധത്തിൽ പോലും കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ രാജ്യം നിലനിന്ന് പോകണം. ഈ രാജ്യം നിലനിൽക്കാൻ രാജ്യത്ത് ഇടതുപക്ഷം വേണം. 2004 തെരഞ്ഞെടുപ്പിൻ്റെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. CS സുജാത, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുന്നതായിരിക്കും. ഈ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട്, അജയ് കപൂർ. ആ അജയ് കപൂറിനെയാണ് ഈ BJPയിലേക്കുള്ള ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് ഒരു സമിതി രൂപീകരിച്ചു. അദ്ദേഹം കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വസന്ത തങ്കപ്പള്ളി, താങ്കൾ ചെറിയ ചില വിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കാതെ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ അഡ്വക്കേറ്റ് CS സുജാത ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി താങ്കളുടെ പാർട്ടിയുടെ 18 MPമാർ ലോക്സഭയിൽ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വലിയ തരത്തിലുള്ള അനുകൂലമായ നിലപാട്, കേരളത്തിൻ്റെ പ്രശ്നമുണ്ട്, കേരളത്തെ കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ പോലും താങ്കളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അതിനു മുമ്പ് പറഞ്ഞത്, കേന്ദ്രത്തിനെതിരെ കേരളത്തിന് വേണ്ടി സമരം ചെയ്യാൻ ഞങ്ങളില്ല, കേവലമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല ഇത് കാണേണ്ടത്. കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, അതിന് ഒരുമിച്ച് പോരാണ്ടതിന് പകരം നിങ്ങളെ മുഖ്യമന്ത്രി അടക്കം ഇവിടുത്തെ CPM അടക്കം ക്ഷണിച്ചില്ലേ ദില്ലിയിൽ സമരത്തിന് പോകാൻ? നിങ്ങൾ പോയില്ല. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയം മാത്രമാണ്. തെരഞ്ഞെടുപ്പിലെ 4 വോട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിലപാടെടുക്കുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? കേരളത്തിന് പ്രശ്നമുണ്ട്, കേരളത്തിന് പ്രതിസന്ധിയുണ്ട്, അതിന് എത്രയും പെട്ടെന്ന് പാക്കേജ് കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അതിന് പോലും നിങ്ങൾക്ക് പുച്ഛമായിരുന്നു, പരിഹാസമായിരുന്നു നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും അടക്കമുള്ളവർക്ക്. എന്താ കേരളം നിങ്ങൾക്ക് അന്യമായ പ്രദേശമാണോ? ഉത്തരം പറയാമോ? പറയാം. 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അങ്ങയുടെ ചോദ്യം, അതിന്റെ ഇടയിൽ CS സുജാതയുടെ ഇടപെടൽ 10-20 മിനിറ്റ് ഓൾറെഡി അവരുടെ ഡിഫൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സംസാരിക്കുന്നതിനിടയിൽ 1ാമത്തെ മിനിറ്റ് പൂർത്തിയാവുന്നതിന് മുമ്പ് ഞാൻ വളരെ കൃത്യമായി നോക്കിയിരുന്നു. 1ാമത്തെ മിനിറ്റ് പൂർത്തിയാവുന്നതിന് മുമ്പ് ഇടപെട്ടാൽ ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചർച്ച ഒരിക്കലും ജനാധിപത്യ വിരുദ്ധമായ ചർച്ചയായി മാറും. കൂടിയായ മനസ്സിലാക്കുക. ഒന്ന് ഇനി ഉത്തരം പറയാൻ അങ്ങ് അനുവദിച്ചാൽ പറയാം. ഇനി നിങ്ങൾക്ക് ഉത്തരം കേൾക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊള്ളുക. ഒന്നാമത്തെ ചോദ്യം, CS സുജാത പറഞ്ഞത് ഞാൻ അക്കമിട്ട് പറയുകയാണ്. ശ്രീ സിജു അങ്ങൊന്ന് വെയിറ്റ് ചെയ്യും. CS സുജാത പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുന്നു എന്നാണ് പറഞ്ഞത്.
ഞാൻ അതിന് വളരെ കൃത്യമായി പേരടക്കം എടുത്തുകൊണ്ട് പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുന്ന കഥയല്ല, ഇന്നലത്തെ CPM ഇന്നേ BJP ആയ കഥയാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ആ ചർച്ച കൊണ്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ അങ്ങ് ചോദിച്ച കേരളത്തിന്റെ ധനപ്രതിസന്ധിയിൽ എന്താണ് MP-മാർ ചെയ്തത്? കേരളത്തിന്റെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ഒരു അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നു. ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച MP-യുടെ പേര് ശ്രീ പ്രതാപൻ എന്നാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള MP-യാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന കോൺഗ്രസ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിനെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പറയട്ടെ. അദ്ദേഹത്തെ ഒതുക്കിയോണ്ടാണോ KPCC വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്? അദ്ദേഹത്തിന് പരിഭവമില്ല, CPM-നാണോ പരിഭവം? താങ്കൾ പറഞ്ഞോളൂ. അപ്പോ TN പ്രതാപൻ അദ്ദേഹമാണ് ചോദ്യം ചോദിച്ചത്. രണ്ടാമതായി, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? കേരളത്തിന് നിങ്ങൾ പണം കൊടുക്കാനുണ്ടോ? പണം കൊടുക്കാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള രണ്ടാമത്തെ ചോദ്യം, അടിയന്തര പ്രമേയമല്ല, രണ്ടാമത്തെ ചോദ്യം പാർലമെന്റിൽ ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് ബെന്നി ബെഹനാനാണ്. ചാലക്കുടിയിൽ നിന്നുള്ള MP-യാണ്. അദ്ദേഹം കോൺഗ്രസ് MP-യാണ്. ആരിഫ് ഉണ്ടല്ലോ, ഒരു ചോദ്യം പോലും പാർലമെന്റിൽ ചോദിച്ചിട്ടില്ല. രണ്ടാമതായി, നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് നിവേദനം അർപ്പിച്ചത് 19 കോൺഗ്രസ് MP-മാർ ഒരുമിച്ചാണ്. അതിന്റെ പിറ്റേന്നാണ് 3850 കോടി രൂപ റിലീസ് ചെയ്തത്. GST കൗൺസിലിൽ ഒരിക്കൽ പോലും സംസ്ഥാന ധനകാര്യമന്ത്രി ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. ഈ വിഷയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 1.5 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനം കോടതിയിൽ പോയത്. ഉണ്ടെങ്കിൽ അത് ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അതുകൊണ്ട് ഞങ്ങൾ നിലപാട് വസന്ത് തങ്കപ്പള്ളിയുടെ കണക്ഷനിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഏതായാലും ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബിലേക്ക് പോവുകയാണ്. KJ ജേക്കബ്, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഈ സങ്കീർണമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ പോലും കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകം തന്നെയാണ്. അവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയും ഇന്ന് അല്പം മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറയുകയും ചെയ്തു. ഇവിടെ BJP-ക്കൊപ്പം എടുക്കുന്ന നിലപാടുകൾ കേരളത്തിൻ്റെ മിസ്മാനേജ്മെൻ്റാണ് ഈ ധനപ്രതിസന്ധിക്ക് ഇടയാക്കിയെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ വാദം. അതേ വാദം തന്നെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഉയരേണ്ട വലിയൊരു ചോദ്യം, ഈ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ കേരളത്തിലെ സമൂഹം കാണുന്നുണ്ടല്ലോ. നമുക്കറിയാം, പ്രളയകാലത്തടക്കം നമ്മുടെ പൈസ, അതായത് സൗജന്യ അരി തന്നതിൻ്റെ പണം ചോദിച്ചപ്പോൾ അതിനെതിരെ ഒരു അക്ഷരമിണ്ടാത്തതാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്, പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവർ തന്നെ വലിയ തരത്തിൽ, ഇപ്പോൾ വസന്ത് തങ്കപ്പള്ളി പറഞ്ഞത് ആ GST കൗൺസിലടക്കം ധനമന്ത്രി ഒന്നും മിണ്ടിയില്ല, അവർ നടത്തിയ TN പ്രതാപൻ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പൈസ റിലീസ് ചെയ്യുന്നതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാദം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ എന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ 20 മണ്ഡലങ്ങളിലും നമുക്കറിയാം, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. അന്ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത്. വലിയ തരത്തിലുള്ള ഒരു പ്രചാരണം കൊടുത്തു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന പ്രചാരണം കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ഞങ്ങൾക്കറിയാം, ഒരു തരത്തിലും ഒരു വലിയ ശക്തമായ പ്രതിപക്ഷമാകാൻ BJP-ക്ക് ബദലാകാൻ കോൺഗ്രസിന് കഴിയില്ല. അത്തരത്തിൽ തന്നെ ഒരു രാഷ്ട്രീയം കേരളത്തിലെ വോട്ടർമാർ എടുക്കേണ്ട സാഹചര്യമില്ലേ? കോൺഗ്രസിനെ കൂടി തുറന്നു കാട്ടേണ്ടതല്ലേ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ? എനിക്കതിൻ്റെ അകത്ത് ഉത്തരം വരുന്നതിന് മുമ്പ് ശ്രീമതി CS സുജാത പറഞ്ഞതിനോടും താങ്കൾ അതിനോട് അനുകൂലിച്ച് സംസാരിച്ചതിനോടും എനിക്കൊരു വിയോജിപ്പുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു തെറ്റ് പറ്റി എന്നുള്ളത്. LDF തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും CPM നേതാക്കന്മാർ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പ്രയോഗത്തോടുള്ള വിയോജിപ്പ് ഞാൻ അറിയിക്കുന്നു. കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലും മനുഷ്യർക്ക് വോട്ട് ചെയ്യാൻ, അത് LDF-ന് വോട്ട് ചെയ്യാനാണ്, UDF-ന് വോട്ട് ചെയ്യാനാണ്. അവർക്ക് അവരുടേതായ ലോജിക്കുണ്ട്. അവർക്ക് എന്താണ് നാട്ടിലെ രാഷ്ട്രീയത്തിന് വേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ വോട്ടർമാർക്കുണ്ട് എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല തെളിവ് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പായിരുന്നു. കേരളത്തിലെ പ്രചണ്ഡമായിട്ടുള്ള കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അഴിച്ചുവിട്ട മുഴുവൻ കുപ്രചരണങ്ങളെയും മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറയുന്നത് അവരോട് കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവാണ്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കാര്യം ആമുഖമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിലെ ഈ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നമാണത്. കേരളത്തിലെ പ്രതിപക്ഷം പലപ്പോഴും അവരുടെ രാഷ്ട്രീയം മറന്നിട്ട് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ആർക്കോ വേണ്ടി നടത്തുന്ന പ്രചരണത്തിൻ്റെ പിറകെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഈ കേരളത്തിലെ ധനപ്രതിസന്ധി മാത്രമല്ല, കേരളത്തിലെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ
ഈ ഈ ഈ ഈ നമ്മുടെ ധനപ്രതിസന്ധി എങ്ങനെ ഉണ്ടായത്? നമുക്കെത്ര കടമെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ, ഉത്തരവാദിത്തപ്പെട്ട നിയമസഭയുടെ അനുവാദത്തോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി നമ്മുടേതാണ്. ആ അധികാരത്തിനെതിരെയാണ് കേന്ദ്ര സർക്കാർ വാളെടുക്കുന്നത്. അതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ നിന്നില്ല എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിൻ്റെ മുമ്പിലേക്ക് ജനങ്ങൾ വെക്കേണ്ടതുണ്ട്, LDF വെക്കേണ്ടതുണ്ട് എന്നുള്ള ഉറപ്പാണ് എനിക്കുള്ളത്. കാരണം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ചില വലുതായിട്ട് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഓർക്കുന്നത്, എനിക്കൊന്ന് ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് മുകളിൽ എത്ര കാലം വേണമെങ്കിൽ ഇരിക്കാനും എന്നുള്ള ഹുങ്ക് സംസ്ഥാനത്തെ ഗവർണർ കാണിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി വക്കീലിന് കൊടുത്ത ഫീസ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വലിയ വാർത്തയായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് എന്തിനാണ് ഈ MLA തിരഞ്ഞെടുത്തൊരു നിയമസഭ ഉണ്ടാക്കുന്നത്? നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പുറത്തിരിക്കാനുള്ള ഒരു അവകാശവും ഗവർണർക്കില്ല. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ ധനകാര്യത്തിൽ കേസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീണ്ടും കേസ് കൊടുത്തിട്ടുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഈ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ വാതിൽ മാറ്റി, അല്ലെങ്കിൽ അവിടെ ഗേറ്റ് പണിതു, മുഖ്യമന്ത്രിയുടെ വീടിന് 1 കോടി, മുഖ്യമന്ത്രിയും കൂട്ടരും കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയുടെ ബസ് ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള മട്ടിലാണ് കേരളത്തിലെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാം കൂടിയ 10 കോടി രൂപയുടെ കേസാണ് ഇത്. 10,000-കണക്കിന് കോടി രൂപയുടെ പണമാണ് സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ളത്. 13,000 കോടി രൂപ കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി കേരളത്തിൽ കൊടുക്കാം എന്ന് സുപ്രീം കോടതി വരട്ടിയപ്പം കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. ആ പൈസ പക്ഷേ സംസ്ഥാനത്തിന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ് പിൻവലിക്കണം. എന്താണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? എന്തുകൊണ്ട് അവർ സംസ്ഥാനത്തിനൊപ്പം നിന്നില്ല? ഇത് കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ട കാര്യമല്ല. അത് ഈ നാട്ടിലെ കമ്പനികളെ അവരുടെ അടുത്ത് ഗുണ്ടാപ്പിരിവ് നടത്താൻ വേണ്ടി ഇലക്ട്രൽ ബോണ്ടും ED ഉപയോഗിക്കുന്ന പോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി നോക്കി നിൽക്കേ. ഇത് സുപ്രീം കോടതി പറഞ്ഞിട്ട് നടത്തിയ ചർച്ചയാണ്. പണം ഞങ്ങൾ കൊടുക്കാം, പക്ഷേ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി 2 ജഡ്ജിമാർ ഉറച്ചു നിന്ന് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത്. ഫൈനൽ വിധി വന്നിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ പറയാൻ പാടില്ല. അത് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശമാണ്. മാത്രമല്ല, അങ്ങനെ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളോട്, കോടതിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുകൂടി നിങ്ങൾ പറയുന്നതാണ്. അത് ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഭരണഘടനയുടെ 131-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സർക്കാരും ഏതെങ്കിലും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള, അതിൽ കൃത്യമായ ഒരു വിധി പ്രഖ്യാപിക്കാനുള്ള അവകാശം ഭരണഘടന പ്രകാരം സുപ്രീം കോടതിക്കാണ്. ആ സുപ്രീം കോടതി അധികാരത്തെയാണ് കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്തത്. പിന്നെ സംസ്ഥാനത്തിൻ്റെ അവകാശത്തെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തത്. അതായത് മുഖ്യമന്ത്രിയുടെ വീടുണ്ടാക്കിയതോ പിന്നെ ബസ് മേടിച്ചതോ അല്ല ഇവിടുത്തെ നമ്മുടെ ധനകാര്യ പ്രതിസന്ധിയുടെ കാരണം. അതെല്ലാം കൂടി ഇത്രയേ വരുള്ളൂ. നമ്മളുടെ പ്രശ്നം എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഒരു കാലത്തും നടപ്പാക്കാത്ത ഒരു നിയമം സംസ്ഥാനം മാത്രം നടപ്പാക്കണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ്. 3% കമ്മി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം. അത് 5.9%. 3.5% പാടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിയമം. അത് 3.4%. ഈ സംസ്ഥാനത്തെയാണ് ഇവർ ഞെരുക്കുന്നത്. അതാണ് സുപ്രീം കോടതി നമുക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചത്. ഇതേ നിലപാട് ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഈ നിയമവുമായിട്ട്, നിങ്ങൾക്കെന്താ ഇത് പാലിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ച് ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് പിൻവലിക്കണമെന്ന് നിരന്തരമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് വളരെ അടിസ്ഥാനപരമായ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാൻ UDF പലപ്പോഴും തയ്യാറായിട്ടില്ല. അത് UDFിലെ നേതാക്കന്മാർക്ക് കാര്യങ്ങൾ അറിയത്തില്ലാത്തത് കൊണ്ടല്ല. കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അവരുടെ എന്തോ ഒരു അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന നിരന്തര പ്രചരണത്തിൽ, വസ്തുതകളില്ലാത്ത പ്രചരണത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം വീണുപോകുന്നു എന്നൊരാക്ഷേപം എനിക്കുണ്ട്. കാരണം UDF പല പ്രാവശ്യം കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. ജനവിധി അനുകൂലമായി വരികയാണെങ്കിൽ ഇനിയും നിങ്ങൾ ഭരിക്കേണ്ടവരാണ്. ഈ നാട്ടിലെ ഉള്ളായ നന്മ പ്രവർത്തികളിലൊക്കെ UDFിൻ്റേതായ കോൺട്രിബ്യൂഷനുണ്ട്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ ഈ കേരളത്തിലെ UDF വളരെ മുൻപിലായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി കേന്ദ്രത്തിലെ BJP സർക്കാർ ജനാധിപത്യത്തെ, സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷമാണ് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാതിരുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിന് അതിൻ്റെ മറുപടി, ആ ചോദ്യത്തിൻ്റെ മറുപടി കേരളത്തിലെ UDF പറയേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ KJ ജേക്കബ് പറഞ്ഞ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് കോൺഗ്രസ്സുകാരോട് ചോദിച്ചത്. ഇത്തരത്തിൽ കേരളത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടവരല്ലേ നിങ്ങളുടെ പാർട്ടി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ കോൺഗ്രസിനോട് വിയോജിപ്പ് ഉള്ള സാഹചര്യത്തിൽ തന്നെയും കോൺഗ്രസ് BJP ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. ഇടതുപക്ഷം അടക്കം അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം, കോൺഗ്രസും CPM-ഉം തമ്മിലാണ് മത്സരം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു ഇന്ത്യ മുന്നണി സഖ്യം രാജ്യത്ത് വലിയ തരത്തിൽ ഒരു പ്രതീക്ഷയായി ജനങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് CS സുജാത, ഇന്ത്യ മുന്നണി സഖ്യം ആദ്യഘട്ടത്തിൽ ചില കല്ലുകടികളുണ്ടായിരുന്നു. കോൺഗ്രസ് എടുത്ത ചില നിലപാടുകൾ ഉത്തർപ്രദേശിലടക്കം, അതോടെ ഹിമാചൽ പ്രദേശിലടക്കം, രാജസ്ഥാനിലടക്കം വലിയ തിരിച്ചടികൾ ഏൽക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും ഇന്ത്യ മുന്നണി സഖ്യം എന്ന് പറയുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായക ശക്തിയാകാൻ പോകുന്നു എന്നൊരു വിശ്വാസത്തിൽ തന്നെയല്ലേ ഇടതുപക്ഷം? തീർച്ചയായിട്ടും. കാരണം അങ്ങ് സൂചിപ്പിച്ച പോലെ നേരത്തെ കോൺഗ്രസിനൊരു അമിതമായ ഒരു ഇത് വന്നു. കാരണം കർണാടക ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി കോൺഗ്രസ് അവർ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു ചിന്തയൊക്കെ അവരെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവർ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പോലും തയ്യാറാകാതിരുന്നത്. കാരണം ചെറിയ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ രാജസ്ഥാൻ അവർക്ക് ഭരണം നഷ്ടപ്പെടുമായിരുന്നില്ല, അല്ലെങ്കിൽ മധ്യപ്രദേശിൻ്റെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. പക്ഷേ അവർക്ക് അതെല്ലാം ബോധ്യം വന്നു. ഇപ്പോൾ എന്തായാലും രാജ്യത്തിൻ്റെ മറ്റു ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ മത്സരത്തിലേക്ക് പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പല രൂപത്തിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്നു. അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കാരണം 37% വോട്ട് കൊണ്ടാണ് BJP ഇന്ത്യയിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇപ്പുറത്ത് കിടക്കുകയാണ്. ആ ഇപ്പുറത്ത് കിടക്കുന്ന ആളുകൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. കാരണം വോട്ട് ഭിന്നിച്ച് പോകാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം രാജ്യത്ത് രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഇടതുപക്ഷം നിർണായകമായ സംഭാവന കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുമ്പേ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞാൽ എനിക്കൊരു മറുപടി ഉണ്ട്. കാരണം ഇവിടെ ഇവിടുത്തെ 18 UDF-ൻ്റെ MPമാർ പാർലമെൻറ്റിനകത്ത് പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് സാർ വളരെ കൃത്യമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടുന്ന് ജയിച്ചു പോകുന്ന ആളുകൾ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചു കൂട്ടും, ഇവരെല്ലാം അംഗീകരിക്കും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ നിവേദനത്തിൽ ഒപ്പുവെക്കാൻ പോലും തയ്യാറാവില്ല. കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ നിവേദനം കൊടുക്കാൻ സന്നദ്ധമാകുന്നില്ല. സഭ പിരിയുന്നതിന് തലേ ദിവസവും മറ്റും ശ്രീ പ്രതാപൻ ഒരു ചോദ്യം എണീറ്റ് അവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് സീറ്റ് നഷ്ടമായി. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ കേരളത്തിലും ജയിച്ചു പോയ MPമാർ കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞങ്ങളോട് വിരോധമുണ്ടാകാം, ഇടതുപക്ഷത്തോട് വിരോധമുണ്ടാകാം, പക്ഷേ അവിടെ കേരളത്തോട് നിങ്ങൾ വിരോധം കാണിക്കാൻ പാടില്ലായിരുന്നു. അത് പ്രളയം വന്നപ്പോൾ, ഓക്കി വന്നപ്പോൾ, നിപ്പ വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, ഇപ്പോൾ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുമ്പോൾ നിങ്ങൾ ശബ്ദിക്കുന്നില്ല. കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ സമരം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും പോകുമ്പോൾ മുന്നിൽ പ്രതിപക്ഷം ഉണ്ടാവേണ്ടതായിരുന്നു. നമ്മുടെ ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഐതിഹാസികമായ പോരാട്ടം നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകർ അദ്ദേഹം വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കേണ്ടായി. അത് നമ്മൾ നടത്തിയ പോരാട്ടം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി വേണ്ടി തന്നെയാണ്. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ചർച്ചാ വിഷയമാകാൻ പോകുകയാണ്. രാജ്യത്തിൻ്റെ ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നടക്കാൻ പോകുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഏറ്റവും നല്ല നിലയിൽ മറ്റു എല്ലാ ചർച്ചകളും ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അവസാനമായി പ്രിന്റു മഹാദേവിനോട് ഒരു ചോദ്യം കൂടി. പ്രിന്റു മഹാദേവ്, കേരളത്തിൽ നിങ്ങൾക്ക് ഈ കോൺഗ്രസിൽ നിന്ന് എത്തുന്നവരിലാണോ പ്രതീക്ഷ ഭാവിയിലും? എത്തുന്നവരിലൊന്നും വല്ല പ്രതീക്ഷ. നേരത്തെ രണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി, CPM പ്രതിനിധി കുറെ ലിസ്റ്റുകളൊക്കെ വായിച്ചു. ആ ലിസ്റ്റിന്റെ എണ്ണം കൂടുക എന്നല്ലാതെ കുറയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നേട്ടങ്ങളാണ് ഞങ്ങളുടെ നേട്ടം എന്ന് പറയുന്നത്. ഞങ്ങൾ 400 സീറ്റിനാണ് മത്സരിക്കുന്നത്, CPM 4 സീറ്റിനാണ് മത്സരിക്കുന്നത്, കോൺഗ്രസ് 40 സീറ്റിനാണ് വ്യത്യാസം. പിന്നെ ഈ രാജ്യത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള ഭരണമാറ്റം ഉണ്ടാവും എന്നൊക്കെ CS സുജാത പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന ഒരാൾ വിശ്വസിക്കില്ല. നേരത്തെ അദ്ദേഹം ഒരു വനിതാ പ്രതിനിധിയാണല്ലോ. ഈ രാജ്യത്ത് 33% വനിതകൾക്ക് സംവരണം നടപ്പിലാക്കിയ വ്യക്തിയുടെ പേര് നരേന്ദ്രമോദി എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 370 പോലെയുള്ള, രാമക്ഷേത്രം പോലെയുള്ള, CA പോലെയുള്ള ഈ രാജ്യത്തിലെ കീറാമുട്ടിയായിരുന്ന കാര്യങ്ങളെ ഈ രാജ്യത്തിൽ വളരെ ശാന്തിയോടെ സമാധാനത്തോടു കൂടി രമ്യതയോടുകൂടി രാമക്ഷേത്രവും CA ഒക്കെ തന്നെയാണ് താങ്കളുടെ പാർട്ടിയുടെ വലിയ വിഷയങ്ങളെന്ന് തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് ഉയരുന്നൊരു പ്രശ്നം, നേരത്തെ അഡ്വക്കേറ്റ് CS സുജാത ചൂണ്ടിക്കാണിച്ച 37% പിന്തുണയുള്ളൂ താങ്കളുടെ പാർട്ടിക്ക്. ഇന്ത്യയിലെ 37% പേർ മാത്രമാണ് താങ്കളുടെ പാർട്ടിക്ക് പിന്തുണ നൽകുന്നത്. എന്നിട്ടാണ് ഭൂരിപക്ഷത്തെ ഇത്തരത്തിൽ പറ്റിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. നിങ്ങൾ ചെയ്യുന്നു. സത്യത്തില് നിങ്ങൾ
സി എസ് സുജാത പറയാം, താങ്കൾ പറയാം. ഈ രാജ്യത്തെ ഒരു പൗരൻ അതായത് നിങ്ങൾക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ കാലവും ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 37% പിന്തുണ മാത്രമേ ഉള്ളൂ. മഹാഭൂരിപക്ഷം ഇപ്പുറത്ത് കിടക്കുകയാണ്. കാരണം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന, മതനിരപേക്ഷത തകർക്കുന്ന, രാജ്യത്തെ ഏറെ പിന്നിലോട്ട് കൊണ്ടുപോകുന്ന BJPയുടെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ സടകുടഞ്ഞെഴുന്നേക്കാൻ പോവുകയാണ്. അതിൽ നിങ്ങൾ കരുതണ്ട, വീണ്ടും നിങ്ങൾ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയും നിങ്ങൾ 400 സീറ്റ്, ഇപ്പോൾ കേരളം രണ്ട് അക്കത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ പറയുന്നുണ്ടല്ലോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇത് തന്നെ പറഞ്ഞതാണ്. പക്ഷെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് നല്ല വകതിരിവുള്ളവരാണ്, അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. ഇന്ത്യയിലെ ജനങ്ങളും ആ നിലയിൽ തന്നെ ചിന്തിക്കുമെന്ന നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഈ പരിഹാസമൊക്കെ നമുക്ക് പിന്നീട് കാണാം. അതിനപ്പുറം ഒരു ഇഞ്ച് പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. KJ ജേക്കബ്, ഒപ്പം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളി, ഈ ചർച്ച അവസാനിക്കുമ്പോൾ മുന്നോട്ട് വെച്ച നിരവധി വിഷയങ്ങളുണ്ട്. ഈ രാജ്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ആശങ്കകളുണ്ട്. മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ KJ ജേക്കബ് മുന്നോട്ട് വെച്ച ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ചില ആശങ്കകളുണ്ട്. ഒപ്പം തന്നെ BJP മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ, കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. ഏതായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി.